ഹലോ ഗെയ്സ്, സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കിളി പോയിരിക്കുകയാണ്. ആരാ ആരാ എന്തോ അപ്പം എന്താ കിളി പോയ കാര്യം എന്ന് വെച്ചാൽ, നാളെ ഞാൻ അങ്ങ് വടകരയോട്ട് പോവാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞങ്ങൾ രാത്രി 11:30 ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ബുക്ക് ചെയ്ത് വന്നപ്പോൾ 9:30 ടിക്കറ്റാണ് നമുക്ക് ബുക്ക് ചെയ്ത ആൾ ചെയ്ത് തന്നേക്കുന്നത്. ഇവിടെ ബാ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമായി. ഞാൻ കുറച്ച് തിരക്കായിപ്പോയിടും. അപ്പോഴേ ഇന്ന് രാവിലെ ഇപ്പം അമ്പലത്തിലൊക്കെ പോയി വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് റംബൂട്ടാൻ എടുത്ത് വെക്കാണ്. അങ്ങനെ അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇന്ന് പോയപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഞങ്ങളെ ടൗണിൽ ഷോപ്പ് നടത്തുന്നൊരു ചേട്ടനാണ്. ആ ചേട്ടൻ വന്നിട്ട് ഇതിന് ഗോതമ്പ് കൊടുക്കുകയാണ് കേട്ടോ, പ്രാവിന്. അപ്പോൾ അവിടെ വരുന്ന അമ്പലത്തിലെ പ്രാവുകളാണ്. അപ്പം നല്ല കാര്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയുണ്ട്. വേഗം തന്നെ തൊഴുതിറങ്ങി. കാരണം ഇന്ന് 2-3 കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള കുളമുണ്ട്, അമ്പലക്കുളം, അവിടത്തോട്ട് പോയി. ഇന്ന് മീൻകുട്ടന്മാരൊക്കെ കുറച്ച് പിന്നിലോട്ടാണ്. ഇന്ന് ആമയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ലിയമോക്ക് ആമേനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് സമയം വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന്. പിന്നെ അധികം സമയം നമുക്ക് കളയാനില്ല എന്നോർത്തിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് പോയി. കാരണം ഇന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് പോകേണ്ടത്. അങ്ങനെ ഉച്ചയായപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ട്. രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും മീൻ കറി ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പാക്കെല്ലാം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴേക്കും 9 മണിയൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ ട്രെയിന് കയറി. മീതു അവിടെ കിടക്കുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി സമയം വൈകിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ബോഗിയിൽ. കാരണം മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലിയമോളും ഏകദേശം ഉറങ്ങിയിട്ടുണ്ട്. നല്ല ഉറക്കമൊന്നുമല്ല, എന്നാലും ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. ആ പാവേനെയും പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് അവൾ. കുഴപ്പമൊന്നും ഇല്ലാണ്ട് രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ വടകര എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴേ ഫ്രഷായി കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. ചായക്ക് ചിക്കനും നല്ല പത്തലായിരുന്നു കേട്ടോ, അമ്മ ഉണ്ടാക്കിയതാണ്. ഈ ചായ കൂടി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നല്ല ഞണ്ട് വരട്ടിയതും മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും ഇവിടെയുള്ള ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് വൈകിട്ടായപ്പോൾ ഞങ്ങൾ ലിയമോളെ പാദസരം വാങ്ങാനും, സ്വർണ്ണ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി നടക്കാൻ തുടങ്ങിയല്ലേ. അങ്ങനെ അമ്മൂമ്മ ഗിഫ്റ്റ് ചെയ്ത പാദസരം കുറച്ച് ടൈറ്റായിരുന്നു, അത് മാറ്റാൻ വേണ്ടി പോയതാണേ. അതിൻ്റെ കൂടെ നമ്മൾ കാതൂടെ കുത്തിയുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ. വേറൊരു കാര്യം എന്ന് പറയുന്നത്, മിഥുവിനൊരു ബ്രേസ്ലെറ്റ് വാങ്ങണമായിരുന്നു. ഈ ഒരു ചെയിനാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു മിഥുവിനൊരു ബ്രേസ്ലെറ്റ് വാങ്ങണമെന്ന്. സ്വർണത്തിൻ്റെ വില കാരണം മാറ്റി വെച്ചു. ഇപ്പം അത് വാങ്ങാൻ സാധിച്ചു. വീഡിയോ ഒത്തിരി ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരാവേ.